In this video, we are going to discuss about web technology. Web technology refers to the means by which computers communicate with each other using markup languages and multimedia packages. So it gives us a way to interact with hosted information like websites. ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗത്തിലാണ്. സോ ലോകത്തെ ഏത് കോണിലെ ഇൻഫർമേഷനും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നുണ്ട്. സോ ഇവിടെ ടെക്നോളജിക്ക് കാര്യമായ പങ്കുണ്ട്. സോ കമ്പ്യൂട്ടർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ലോകത്തിലെ ഏത് കോണുകളിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലെത്തുന്നുള്ളൂ. സോ നമ്മൾ +1 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നും ഇൻ്റർനെറ്റ് എന്താണെന്നും ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ് എന്താണെന്നും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. So computer network means interconnection of computers. So one of the most main use of computer network is nothing but communication, data communication. So ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അതായത് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് യൂസിങ് മാർക്കപ്പ് ലാംഗ്വേജസ് ആൻഡ് മൾട്ടിമീഡിയ പാക്കേജസ്. സോ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ മുന്നിലെത്തുന്ന വെബ്സൈറ്റ്സിലൂടെയാണ്. സോ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് മീൻസ് ഇൻ്റർകണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്. എന്താണ് വെബ്സൈറ്റ്? എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജുകളുടെ കളക്ഷനാണ് വെബ്സൈറ്റ്. എന്തൊക്കെയുണ്ട് ഒരു വെബ്സൈറ്റിൽ? ഇറ്റ് കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്സ്, അനിമേഷൻസ് ആൻഡ് മൂവീസ്. സോ വെബ് പേജുകളുടെ കളക്ഷനാണ് വെബ്സൈറ്റ്. വെബ് പേജുകളിൽ ടെക്സ്റ്റ് ഉണ്ട്, ഗ്രാഫിക്സ്, സൗണ്ട്സ്, അനിമേഷൻസ് ആൻഡ് മൂവീസ്, ഇങ്ങനെ ഒരുപാട് മൾട്ടിമീഡിയ പാക്കേജസുകളുടെ ഒരു കളക്ഷൻ തന്നെ വെബ് പേജുകളുണ്ട്. ഇങ്ങനെയുള്ള വെബ് പേജുകളുടെ കളക്ഷനാണ് വെബ്സൈറ്റ്. എവിടെയാണ് ഈ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ വെബ് സെർവർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. So web pages are developed with the help of a language called Hypertext Markup Language or HTML. HTML Hypertext Markup Language വെച്ചിട്ടാണ് നമ്മൾ വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ്. ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്നത് HTML ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. Communication on the web. So in order to communicate on the web, computers need to understand each other. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ they want to understand each other. സോ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ബൈ ഫോളോയിങ് എ സെയിം പ്രോട്ടോക്കോൾ. എല്ലാ ഡിവൈസസും ഒരേ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരുപാട് പ്രോട്ടോക്കോൾസ് ഉണ്ട്. അതിൽ ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ / ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. സോ ഓരോ ഫെസിലിറ്റിക്കും, ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ഫെസിലിറ്റിക്കും അവർ യൂസ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോളാണ്. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ലൈക്ക് ആക്സസിങ് വെബ്സൈറ്റ്, സെൻഡിങ് ഇമെയിൽ എക്സെട്ര. വെബ്സൈറ്റുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTP Hypertext Transfer Protocol. For sending email, it uses the protocol SMTP, Simple Mail Transfer Protocol. അതുപോലെ ഫയൽസിന് അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോളെ നമ്മൾ +1 പരിചയപ്പെട്ടിട്ടുണ്ട്. So communication on the web is possible by using these protocols. ഈ കോമൺ ആയിട്ട് പ്രോട്ടോക്കോൾ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഫോളോ ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഈസിയാവും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കമ്പ്യൂട്ടേഴ്സിന്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് 2 കാര്യങ്ങൾ എസെൻഷ്യലാണ്. ഫസ്റ്റ് വൺ ഈസ് ഒതൻറ്റിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്യൂരിറ്റി. So authentication and security are essential for communication over the internet. Authentication means determine whether a computer
or server is the computer that it claims to be. നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ തന്നെയാണോ ആക്ച്വലി ആക്സസ് ചെയ്യുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി നമുക്കറിയാം. സെക്യൂരിറ്റി മീൻസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഇത് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, അതായത് ഹാക്കേഴ്സിൽ നിന്ന് നമ്മളുടെ ഇൻഫോർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സെക്യൂരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ over the internet is for communication over the internet, two essential things needed are authentication and security. So first classification, client to web server communication. Client means users. So നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോൾ ബ്രൗസർ, ത്രൂ അവർ ബ്രൗസേഴ്സ് വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വെബ് സെർവർ. സോ നമ്മളൊരു ഇമെയിൽ അയക്കുകയാണ്. ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റമാണ്, നമ്മളുടെ ബ്രൗസർ വഴിയാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് നടത്തുന്നതാണ്, അപ്പോഴും നമ്മൾ ക്ലയൻറ്റാണ്, നമ്മൾ ബ്രൗസർ വഴിയാണ് നമ്മൾ വെബ് സെർവറിനെ ആക്സസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ യൂഷ്വലി ക്ലയൻറ്റ്സ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, നമ്മൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് വഴിയാണ് നമ്മൾ ബ്രൗസറിലൂടെ നമ്മൾ ഇമെയിൽ അയക്കുന്നതും അതേപോലെ ഓൺലൈനായിട്ടുള്ള ബാങ്കിങ് നടത്തുന്നതും എല്ലാം. So mainly in the case of client to web server communication, അവിടെ മെയിനായിട്ട് റിക്വയർ ചെയ്യുന്നത് സെക്യൂരിറ്റിയാണ്. അവിടെ ഒതൻറ്റിക്കേഷൻ്റെ ആവശ്യം അത്ര നിർബന്ധമില്ല. സെക്യൂരിറ്റി മീൻസ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സിന് നമുക്ക് ഈസിലി ദേ ക്യാൻ ആക്സസ് അവർ ഡാറ്റ ലൈക്ക് യൂസർ നെയിം, പാസ്വേഡ് എക്സെട്ര. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും അത്യാവശ്യമായ എസെൻഷ്യലായിട്ടുള്ള കാര്യം സെക്യൂരിറ്റിയാണ്. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTPS, Hypertext Transfer Protocol Secure. So by using this protocol, it encrypts the username and password and send it to the server. സോ HTTPS എന്ന സെക്യൂർ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും എൻക്രിപ്റ്റഡ് ഫോമിലാണ് വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. സോ ഇൻട്രൂഡേഴ്സ് ഹാക്ക് ചെയ്താലും അവർക്ക് ആ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം. സോ HTTPS വർക്ക്സ് യൂസിങ് SSL, സെക്യൂർ സോക്കറ്റ് ലെയർ. HTTPS എന്ന സെക്യൂർ ആയിട്ടുള്ള ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ വർക്ക് ചെയ്യുന്നത് SSL, സെക്യൂർ സോക്കറ്റ് ലെയർ വെച്ചിട്ടാണ്. SSL provides a standard security technology for establishing an encrypted connection between computers on internet. ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടേഴ്സിൽ ഡാറ്റ, അതായത് സെക്യൂർ ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് SSL, സെക്യൂർ സോക്കറ്റ് ലെയർ. സോ ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ വൺസ് വെൻ ദ ബ്രൗസർ റിക്വസ്റ്റ് ഫോർ എ സെക്യൂർ വെബ് പേജ്, ദ സെർവർ ഫസ്റ്റ് റിട്ടേൺസ് ഇറ്റ്സ് SSL സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മളൊരു HTTPS എന്ന നമ്മളൊരു സെക്യൂർ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസറിലൂടെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത്, സെർവറിന് സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് നമുക്കൊരു SSL സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ SSL സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് നമ്മളുടെ ബ്രൗസർ ചെക്ക് ചെയ്യും. ബ്രൗസർ അത് വാലിഡ് ആണെന്ന് കണ്ടാൽ മാത്രമേ നമ്മളുടെ ഡാറ്റ, അതായത് യൂസർ നെയിമും പാസ്വേഡും എല്ലാം എൻക്രിപ്റ്റഡ് ഫോമിൽ തിരിച്ച് ആരിലേക്ക് അയക്കുള്ളൂ, വെബ് സെർവറിലേക്ക് അയക്കുള്ളൂ. അപ്പോൾ അതാണ് അവിടെ സെക്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SSL യൂസ് ചെയ്യുന്നത്. സോ SSL ഇസ് എ സെക്യൂർ സോക്കറ്റ് ലെയർ. സെക്യൂരിറ്റി മെഷർ ചെയ്യുന്ന, സ്റ്റാൻഡേർഡായിട്ട് സെക്യൂരിറ്റി മെഷർ ചെയ്യുന്ന ടെക്നോളജിയാണ് SSL. സോ നമ്മൾ ബ്രൗസർ ആദ്യം സെക്യൂർ ആയിട്ടുള്ള റിക്വസ്റ്റ് ബ്രൗസർ വഴി നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ HTTPS എന്ന ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെബ് സെർവറിൽ നിന്ന് SSL സർട്ടിഫിക്കറ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് റിട്ടേൺ ചെയ്യും. ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് വാലിഡ് ഓർ നോട്ട് ബൈ ദ ബ്രൗസർ. ബ്രൗസർ ചെക്ക് ചെയ്ത് വാലിഡ് ആണോ അല്ലയോ. വാലിഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഡാറ്റ, അതായത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എൻക്രിപ്റ്റഡ് ഫോമിൽ ആരിലേക്ക് അയക്കുള്ളൂ, വെബ് സെർവറിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എ സെക്യൂർഡ് വേ. അപ്പോൾ അതൊരിക്കലും ഹാക്കേഴ്സിനെ ഹാക്ക് ചെയ്താലും ഒറിജിനൽ ഡാറ്റ കിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ എൻക്രിപ്റ്റഡ് ഫോം. നമുക്ക് ഡീപ്പായിട്ട് കാണാം. സോ ഇത് ക്ലയൻറ്റ്, നമ്മൾ ബ്രൗസർ
ദിസ് ഈസ് എ സെർവർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രൗസർ റിക്വസ്റ്റ് ടു സ്റ്റാർട്ട് എ സെക്യൂർ SSL സെഷൻ. നമ്മൾ HTTPS എന്ന പ്രോട്ടോക്കോൾ വഴി നമ്മളൊരു റിക്വസ്റ്റ് സെർവറിന് അയക്കും. സോ സെക്യൂർ സെർവർ തിരിച്ച് നമുക്ക് അത് ഒരു റിട്ടേൺ ചെയ്യുന്നത് ഒരു SSL സർട്ടിഫിക്കറ്റ് ആണ്. സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് തിരിച്ച് റിട്ടേൺ ചെയ്യും. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൗസർ ചെക്സ് ദാറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ്, സൈൻഡ് ബൈ സംവൺ യൂസർ ട്രസ്റ്റ്. അത് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് ഇറ്റ് വാലിഡ്, ബ്രൗസർ ഇനിഷ്യേറ്റ് ദ എൻക്രിപ്റ്റഡ് സെക്ഷൻ. ഡാറ്റ എൻക്രിപ്റ്റഡ് ഫോമിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അവർ പരസ്പരം കണ്ടോ ആക്ച്വൽ ഡാറ്റയെ കോഡഡ് ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യും. സോ ഈ സമയത്ത് ഹാക്കേഴ്സ് അത് ഹാക്ക് ചെയ്താലും അവർക്കത് എൻക്രിപ്റ്റഡ് ഫോമിലെ ഡാറ്റയെ മാത്രം റിസീവ് ചെയ്യുള്ളൂ, ഒറിജിനൽ ഡാറ്റ റിസീവ് ചെയ്യില്ല. സോ ഇങ്ങനെയാണ് സെക്യൂരിറ്റി മെഷർ ചെയ്തിട്ട് ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂറിങ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രാധാന്യം സെക്യൂരിറ്റിക്കാണ്. സോ സെക്യൂരിറ്റി ഈസ് മെഷേർഡ് provided by using HTTPS, Hypertext Transfer Protocol secure technology. So this technology is provided by means of secure socket layer. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. എപ്പോഴാണ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ദേ നീഡ് ടു സെൻഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ്, ബാങ്ക് സെർവറും അതേപോലെ മെർച്ചൻറ്റ് സെർവറും ഏതാണോ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ആമസോൺ, ഇപ്പോൾ ആമസോണിൻ്റെ വെബ് സെർവറും നമ്മുടെ ബാങ്ക് സെർവറും തമ്മിൽ നമ്മളൊരു സാധനം ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും സെർവറുകൾ തമ്മിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ സെർവറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ദേ നീഡ് ടു ബി ഒതൻറ്റിക്കേറ്റഡ്. ആക്ച്വലി നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ സെർവർ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒതൻറ്റിക്കേഷനാണ്. ഓക്കെ, സോ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഈസ് റിക്വയർഡ് ഇൻ സർട്ടൻ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഓൺലൈൻ ഷോപ്പിംഗ് websites needs to send confidential information to bank servers and vice versa. തിരിച്ചും. So in such cases the web servers are to be authenticated. So അവിടെ authenticate ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് digital certificates. It helps to verify whether the data received is from the actual server itself. So authentication means നമ്മൾ ആക്ച്വലി ആ സെർവറിനെ ആയിട്ടാണോ ആക്സസ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനാണ്. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ വൺസ് ദ സെർവേഴ്സ് ആർ ഒതൻറ്റിക്കേറ്റഡ്, ആ സെർവർ തിരിച്ച് നമ്മളെ ആക്ച്വൽ സെർവർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ആ സെർവറുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ ബൈ യൂസിങ് ദ എൻക്രിപ്റ്റഡ് ഡാറ്റ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവർ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തി എൻക്രിപ്റ്റഡ് ഡാറ്റ ഫോമിലാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈസ് എ സെർവർ ദാറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മെർച്ചൻറ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ ആൻഡ് ട്രാൻസ്ഫേഴ്സ് മണി ഇൻ ആൻ എൻക്രിപ്റ്റഡ് ഫോർമാറ്റ്. സോ ഓൺലൈൻ പർച്ചേസിൻ്റെ കേസിലൊക്കെ ബാങ്കിങ് ഗേറ്റ്വേ ആണ്. അതിൻ്റെ ഇടയിൽ എൻക്രിപ്റ്റഡ് ഫോമിൽ ഡാറ്റ സെർവറുകൾ തമ്മിൽ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വെബ് കമ്മ്യൂണിക്കേഷൻ.